അതിലെ പോയെ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഏറ്റവും മ്യാസ്മരിക മൂമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ആദില പുറത്ത് പോയതാണ്. ഈ ആദിലയെ കുറിച്ചും നൂറേനെ കുറിച്ചും പറയുകയാണെങ്കിൽ മറ്റേ പഠിക്ക വന്ന് കല ഉടച്ചു എന്ന് നമ്മൾ കാലങ്ങളായിട്ട് പറയുന്നൊരു ബനാന ടോക്ക് ഉണ്ടല്ലോ. ആ ബനാന ടോക്ക് വെറും ബനാന ടോക്ക് അല്ല, അത് യാഥാർത്ഥ്യമാണെന്ന് തെളിയിച്ച രണ്ട് ടീമുകളാണ് ഈ ആദില നൂറ. തുടക്കം മുതൽ അവസാനം വരെ വളരെ പോസിറ്റീവായിട്ട് നിന്നിട്ട് അവസാനം പോസിറ്റീവ് ആവും, ഐ ആം ഫുൾ ഓഫ് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് ആദില നൂറ ചെയ്തത്. അപ്പോൾ ആദില നൂറ എവിക്ഷൻ ഇന്നലത്തെ എപ്പിസോഡൊക്കെ ബന്ധപ്പെട്ട സംഭവവികാസങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ബട്ടൺ നോക്കട്ടെ, പ്ലഗിനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഹൈപ്പ് വരുവാണെങ്കിൽ അതിലും അതേ പ്ലക്കിനെ വെച്ച് കൊടുക്കുക. കമന്റ് ബോക്സ് എന്തെങ്കിലും ഒരു കമന്റ് ഇടുക കേട്ടോ. കൂടുതലായിട്ടില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 90 ദിവസം നിന്ന ആളുകൾ അവരുടെ പൊയ്മുഖങ്ങൾ ഓരോന്നായി അഴിഞ്ഞു വീഴുകയാണ്. അപ്പോൾ അവരുടെ പൊയ്മുഖങ്ങൾ അഴിഞ്ഞു വീഴുകയാണോ അവരുടെ യഥാർത്ഥ മുഖങ്ങൾ നമ്മളിപ്പോൾ മനസ്സിലാക്കി വരുവാണോ എന്നൊരു പിടിയില്ല. സോ ഇപ്പം മത്സരം അനീഷും അനിമോളും തമ്മിലാണ്. അനീഷാണോ അനിമോളാണോ എന്നാണ് നമ്മൾ ഓരോരുത്തരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറേ ആളുകൾ നമുക്ക് വേണ്ട, ജനങ്ങൾക്ക് നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് പുറത്ത് വിട്ടിരുന്നു. ഈ പുറത്ത് വിട്ട ആളുകളൊക്കെ ഞങ്ങൾ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കയറി വന്നു. ഗസ്റ്റായിട്ട് തിരിച്ചു കയറി വന്ന ആളുകൾ പൊതുവേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിനകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ ബൂസ്റ്റ് ചെയ്യുക, ഒന്ന് ചിയറപ്പ് ചെയ്തിട്ട് പോകുക എന്നുള്ളതാണ്. ഇതിന് പകരം അവരുടെ ഗെയിം തിരിച്ചു വിടുക, അവരെ മെൻ്റലി ഹറാസ് ചെയ്ത് ടോർച്ചർ ചെയ്യുക, ഞങ്ങൾ നേരിട്ടിട്ടുള്ള അലിഗേഷൻസിനെല്ലാം വ്യക്തമായ മറുപടി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയൊക്കെയാണ് ഇതുങ്ങൾ കയറി വന്നിരിക്കുന്നത്. ആദ്യമായിട്ടുണ്ട് സീസണിൽ ഇത്രയും പാഴായിട്ടുള്ളൊരു റീ എൻട്രീസ് കാണുന്നത്. കാരണം റീ എൻട്രീസിൽ പൊതുവെ ഇങ്ങനെയൊന്നും ആരും മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടില്ല. ഈ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസിൻ്റെ എല്ലാ ഉള്ളിൽ, അതായത് എല്ലാവരും ഭയങ്കര പേഴ്സണൽ വിരോധവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവരൊന്നും ഇതിനെ ഒരു ഗെയിമായിട്ട് കണ്ടിട്ടില്ല. ഗെയിമിൻ്റെ സമയത്ത് പല വായി തോന്നിയ അപരാധങ്ങളും പലരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊന്നും കണക്കാക്കാതെ ഇതെല്ലാം പേഴ്സണൽ പ്രശ്നമാണ്, അതിനെല്ലാം പക വീട്ടാനുള്ളതാണെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ബിന്നിനെ കണ്ടില്ല, ബിൻസി ആയാലും മറ്റേ നമ്മുടെ അനിമോൾക്കെതിരെ വന്ന ശൈത്യ ആയാലും എല്ലാം. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പ്രധാനമായിട്ട് സംസാരിക്കാനുള്ളത് ഒന്ന് അനിമോളെ കുറിച്ചിട്ടാണ്. അനിമോൾക്ക് ഒരുപാട് ആൾക്കാരുടെ ഒരു സഹതാപ തരംഗം വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു സഹതാപ തരംഗം വരാനുള്ള കാരണം എല്ലാ ആൾക്കാരും ഈ അനിമോൾക്കെതിരെ സംസാരിക്കുകയാണ്. അവിടെ നിന്നപ്പോൾ അനിമോൾ ഓരോന്നിനെ പിടിച്ചിരുന്നാൽ ടബ അവിഹിതം പോടാ വാടവിടെ, ടബ നീ സാഗറിലേക്ക് പോടാ, അടുത്തോ പോടാ, ടബ നീ കട്ടപ്പ പോടാ എന്ന് പറഞ്ഞിട്ട് അടിച്ച് പെറുകയാണ് അനിമോൾ എല്ലാത്തിനെയും പുറത്തിറക്കി വിട്ടത്. അപ്പോൾ തിരിച്ച് വന്നപ്പോൾ അവരെല്ലാം ഞാൻ കട്ടപ്പയല്ലേ, ഞാൻ തന്നെ കട്ടപ്പ, ഞാൻ കുൽസിതമല്ലേ, ഞാൻ തന്നെ കുൽസിതം എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് പുള്ളിക്കാരുടെ കുത്തിന് പിടിച്ച് സ്വന്തമായിട്ട് അടി മേടിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ വിചാരിച്ചത് നമ്മൾ ചെല്ലുന്നു, അനിമോളെ തൂക്കിയടിക്കുന്നു, നമ്മൾ പക വെട്ടുന്നു, പുറത്ത് നമ്മൾ മാന്യരാണെന്ന് തെളിയിക്കുന്നു എന്ന് ചിന്തിച്ചിട്ട് പോയിട്ട് കട്ടപ്പയായിട്ട് പോയ ഒരാൾ കട്ടപ്പയുടെ തന്തയായിട്ട് മാറി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് മറ്റേ വിഹിത കേസുമായിട്ട് പോയ ടീമുകളൊക്കെ ആ വിഹിതത്തിനെന്തോ ഒരു ശരി ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് ഈ സാധനത്തിനെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിൻസി അപ്പാനി കേസ്, ആ വിഷയത്തെക്കുറിച്ച് അവരവിടെ സംസാരിക്കാതെ വിടുകയോ അല്ലെങ്കിൽ വളരെ ലൈറ്റായിട്ട് സംസാരിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അത് വളരെ സിമ്പിളായിട്ട് അവിടെ തീരേണ്ട പ്രശ്നമായിരുന്നു. അതിന് പകരം അതിനെ സംസാരിച്ച് കൊളവാക്കി വധവാക്കി അത് വലിയ പ്രശ്നമാക്കി വീണ്ടും അതിനെ ചർച്ചാ വിഷയമാക്കി ആൾക്കാർക്ക് സംശയം ഉളവാക്കുന്ന സാധനത്തിലേക്ക് കൊണ്ടെത്തിച്ചു. അപ്പോൾ ഇനി ഇവിടെ നിന്ന് പറയുന്നൊരു ഡയലോഗ് കിട്ടുന്നു, ഇപ്പോൾ രേഷ്മയ്ക്ക് കാര്യമൊക്കെ മനസ്സിലേക്കാണ്. അപ്പോൾ രേഷ്മ നിന്ന് നല്ലത് കിട്ടി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി കേട്ടോ. അതിനുശേഷം നമ്മുടെ ഈ ശൈത്യയിലേക്ക് വരികയാണെങ്കിൽ ശൈത്യയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്നെ കട്ടപ്പ എന്ന് വിളിച്ചു, ഞാൻ കട്ടപ്പയല്ല, ഒരിക്കലുമില്ല, ശൈത്യ കട്ടപ്പയല്ല. ശൈത്യ കട്ടപ്പ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കട്ടപ്പയ്ക്ക് നാണക്കേടാണ്, കട്ടപ്പ പോയി തൂങ്ങിച്ചാവും. കട്ടപ്പ ഒരു കുത്തേ കുത്തിയിട്ടുള്ളൂ, ഒരു കുത്തേ കട്ടപ്പ കുത്തിയിട്ടുള്ളൂ. ശൈത്യക്ക് എത്ര കുത്ത് എവിടുന്നൊക്കെ കത്തി വലിച്ചു ഒരു കുത്തി എന്നുള്ളത് ശൈത്യ പുറത്തിറങ്ങി മനസ്സിലാവും. ശൈത്യ ഈ അനിമോളെ ഹറാസ് ചെയ്യാനുള്ള കാരണം എന്നെ നിന്റെ PR കട്ടപ്പ എന്ന് വിളിച്ചു, ഞാനും എൻ്റെ ഫാമിലി എന്തോ ഒരു അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമോ. മോളെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. മോൾ അതിനകത്ത് ചെന്നപ്പോൾ ആദ്യം ഒരു മിസ്റ്റേക്ക് പറ്റി, അതിനെ തിരുത്താനല്ലേ നോക്കേണ്ടത്. അതിന് പകരം പേഴ്സണൽ ക്രെഡിറ്റ് വെച്ചിട്ട് സുഹൃത്തായിരുന്ന സമയത്ത് പേഴ്സണലി പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും കുത്തിപ്പൊക്കി അതിൻ്റെ മേളിൽ വീണ്ടും ഒരു ചർച്ചയാക്കി അനുമോനെ നശിപ്പിക്കണം, അനുമോള് നേറണം എന്ന് ചിന്തിച്ച് ചെയ്ത സാധനത്തിൽ
മാറിയിരിക്കുന്നത് താങ്കളാണ്. താങ്കൾ തിരിച്ചു വരുമ്പോഴത്തേനും ഇനി കട്ടപ്പ എന്നുള്ള വിളി ആയിരിക്കില്ല താങ്കൾക്ക് വരുന്നത്, അതൊക്കെ മേലെ ഉള്ള സാധനങ്ങളായിരിക്കും വരുന്നത്. വക്കീലാണെന്ന് പറയപ്പെടുന്നു. ഇത്രയും ബുദ്ധിയില്ലാത്ത വക്കീലന്മാരുണ്ടോ? ഒരു നെഗറ്റീവ് ഒരു സാധനം അടിച്ചു കഴിഞ്ഞാൽ അതിന് പോസിറ്റീവ് ആക്കണമെന്ന് എങ്ങനെ അറിയാത്തൊരു ആൾ വക്കീലായത് എങ്ങനെയാണെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ലടോ. അതാണ് അതിനകത്ത് സംഭവം. ഇനി ആദില നൂറ, ഈ ആദില നൂറ ഇത്രയും നാൾ അതിനകത്ത് നിന്ന് പല കാര്യങ്ങളിലും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ അടിച്ചിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള സമയത്താണ് റീ എൻട്രീസ് വരികയും റീ എൻട്രീസ് വരുമ്പോഴത്തേനും ആദിലയുടെ മനസ്സിൽ കിടക്കുന്ന ഒരു സാധനം, അനുമോൾ നമ്മളോട് മിണ്ടുന്നത് മറ്റാരും മിണ്ടാനില്ലാത്ത സാഹചര്യത്തിലാണ്. അപ്പോൾ അവർക്ക് ആരെങ്കിലും ഉള്ളപ്പോൾ നമ്മളെ വേണ്ട, അല്ലാത്തപ്പോൾ മാത്രം മതി നമ്മൾ, മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താ മറ്റേ അരി കൊടുത്ത് മേടിച്ചാണോ? ആ ഒരു സെറ്റപ്പിലാണ് ആദ്യം നിന്നുകൊണ്ടിരുന്നത്. ഈ പുറത്തുനിന്ന് ആളുകൾ വരികയും അവർക്കെല്ലാം അനുമോളോട് ഭയങ്കരമായ പേഴ്സണൽ വിരോധം തോന്നുകയും ഈ പേഴ്സണൽ വിരോധത്തിൻ്റെ പേരിൽ അനുമോൾക്കെതിരെ ഉള്ളതും ഇല്ലാത്തതുമായ സാധനങ്ങൾ പൊടിപ്പും മസാലയും മറ്റേ ഉപ്പും ഒക്കെ തൂകി ഇവരോട് പറയും. ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ആദില നൂറ അനുമോൾ ഫേക്ക്, അനുമോൾക്കെതിരെ നമ്മളങ്ങ് സംസാരിക്കുന്നു, അത്ര തന്നെ, അനുമോൾ ഉഡായിപ്പ് എന്നൊരു നിലവാരത്തിലേക്ക് തീർന്നു. അനുമോൾക്കെതിരെ സംസാരിച്ചു. ഞാൻ ചിന്തിക്കുന്ന ഏറെക്കുറെ അതിൽ ഇവിക്ക് പോകേണ്ടതായിരുന്നു. എന്നാൽ ആ പോകേണ്ടതിന് എരുതിയിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് പുക കൂട്ടിക്കൊടുത്തത്, പുക ഒന്നാണല്ലോ പുറത്തു പോയത്, പുക കൂട്ടിക്കൊടുത്തത് താങ്കളെടുത്ത ഈ നിലപാട് തന്നെയാണ്. ഇപ്പോഴും ഒരിടത്ത് പോലും അനുമോള് ഈ പറയുന്ന ആദിലേനെയോ നൂറേനെയോ ശൈത്യനെയോ കുറ്റം പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷേ ഇവർ മൂന്നും അനുവിനെ എവിടൊക്കെ കുറ്റം പറയാൻ പറ്റുമോ, അനുവിനെ എവിടൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റുമോ, അനുവിനെ എവിടൊക്കെ ഡിഗ്രേഡ് ചെയ്യാൻ പറ്റുമോ, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇത് അനുവിന് മനസ്സിലായിട്ട് പോലും അനുവിനെ കുറ്റം പറയുന്നില്ല. ഇവരുടെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, KP നമ്പേഴ്സിൻ്റെ പേസ്റ്റ് ഇട്ടിട്ട് 100 ദിവസം എന്ന് പറഞ്ഞ സാധനം പറയണമായിരുന്നു. അപ്പോൾ ഇവരുടെ മിത്രത്തെ വിളിക്കാം. സ്വാഭാവികമായിട്ടും അനീഷ് മിത്രം ഷനവാസ് മിത്രം അനീഷ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അനു ആദിലേനെയാണ് വിളിച്ചത്. ആദില പക്ഷേ തിരിച്ച് അനുവിനെ അല്ല വിളിച്ചത്, മറ്റേ കലാപോത്സരിക്കുക അവരെ രണ്ടാണ് വിളിച്ചത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ആദില പുറത്തിറങ്ങി വന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ ഈ അനു പറഞ്ഞതായിട്ട് നിങ്ങൾ അവിടെ ഉന്നയിച്ച പല കാര്യങ്ങളിലും നിങ്ങളുടെയും കൂടി ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അനു മാത്രമല്ല അത് പറഞ്ഞത്, നിങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വെറുതെ ഒരു തല എവിടെ ഇരിക്കുന്നു, എല്ലാം കൂടെ കൊണ്ട് ആ തലയിലോട്ടങ്ങ് ഇട്ടേക്കാം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ കൊണ്ട് അനുവിൻ്റെ തലയിലോട്ട് ഇടുന്നൊരു സാധനമാണ് കണ്ടത്. ഇപ്പോൾ അതിലെ ഇറങ്ങിയിട്ടുണ്ട്, അതിലെ ഫോണൊക്കെ കണ്ടിട്ട് എനിക്ക് ഒത്തിരി പോസിറ്റീവ് കിട്ടി, ഞാൻ വളരെ ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മളെ നെഗറ്റീവ് കൂടെ കണ്ടു കഴിയുമ്പോൾ ശരിയാവും. അതായത് വീടിന് ചങ്ങല തെങ്ങി തന്നെ എന്ന് പറയുന്ന പോലെ ഇത്രയും നാൾ പോസിറ്റീവ് ആക്കിയിട്ട് അവസാനം ഇറങ്ങുന്ന നിമിഷത്തിൽ ആ പോസിറ്റീവ് എല്ലാം കൂടെ നെഗറ്റീവ് ആക്കി. നിങ്ങളുടെ സുഹൃത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് സുഹൃത്തിനെ പുറകിൽ നിന്ന് കുത്തുന്നതിൽ നിങ്ങൾ PhD കരസ്ഥമാക്കിയിരിക്കുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇതേപോലെ അതിമികച്ച മിയാസ്മരികമായ സുഹൃത്തുണ്ടെന്ന് മനസ്സിൽ പറയുക. നമുക്ക് വന്ന ആളെക്കുറിച്ച് ഒരു പോസിറ്റീവ് നെഗറ്റീവും പറയാം. അപ്പോൾ അനു വന്നിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ഇപ്പോൾ എല്ലാവരും അങ്ങനെ പറഞ്ഞേ. അതിൽ വന്നിട്ട് പറഞ്ഞ പോസിറ്റീവ് ഫുള്ള് നെഗറ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ട് തന്നതിന് നന്ദി പറയേണ്ട അനുമോളെയാണ്. ഇവിടെ വന്നിട്ട് എങ്ങനെ അഭിനയിച്ച് നിൽക്കാം എന്ന് അനുവിനെ പഠിപ്പിച്ചു. ഇവിടെ വന്നിട്ട് എങ്ങനെ കള്ളം പറയാം എന്ന് അനുവിനെ പഠിപ്പിച്ചു. ഇവിടെ വന്നിട്ട് എങ്ങനെ നിലപാടില്ല നിൽക്കാം എന്ന് അനുവിനെ പഠിപ്പിച്ചു. പുറത്തിറങ്ങാം, നമുക്ക് കാണാം ആരെ പഠിപ്പിച്ചു എന്ന്. അനുമോള് വളരെ ജെന്യൂനായിട്ട് തന്നെയാണ് അതിനകത്ത് ഇപ്പോഴും നിങ്ങളുള്ള സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ അതൊരു പൊട്ടിക്കൊച്ചായതുകൊണ്ട് കുറേ കാര്യങ്ങളിൽ അബദ്ധം പറ്റുന്നു എന്നുള്ളതേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ യുവർ ഓണം. എന്തായാലും കാണുന്ന നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. കറക്റ്റായിട്ടുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റും. ബൈ.